ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാരോട്ട് അവേക്കനിങ്. എല്ലാവരും സുഖമായി സന്തോഷമായി സമാധാനമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടും ഒരു പോസിറ്റീവ് എഫർമേഷനോട് കൂടി മാത്രമേ റീഡിംഗ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സാഹചര്യം നോക്കുക, നിങ്ങളുടെ എനർജിയായി കണക്ട് ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ സ്വീകരിക്കുക. റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കുക വീഡിയോ കേട്ടോ. കാരണം ഒന്നും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഇന്ന് നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ബ്ലോക്കേജസ്, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ആണ് നോക്കുന്നത്. എന്തായിരിക്കും ഒരു ഔട്ട്കം എന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ റീഡിങ്ങിന് ഞാൻ എടുത്തിരിക്കുന്ന കാർഡ്സ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയുടെ ഒരു ലൈഫിലെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തോ ഒരു കാര്യം ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നതാകണം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ തന്നെ ചിലർക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒരു റീത്തിങ്ക് എന്നുള്ളൊരു മോഡിലായിരിക്കാം നിങ്ങളിപ്പോൾ. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ, അത് റിലേഷൻഷിപ്പിൽ ഈ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെങ്ങനെ സക്സസ് ആകും, ഞാൻ എന്ത് ഡിസിഷനാണ് ഇപ്പോൾ ഈ ഒരു മൂമെൻറ്റിൽ എടുക്കേണ്ടത് എന്നുള്ള പല ചിന്തകളും നിങ്ങളുടെ ഈ ഒരു ടൈമിൽ മനസ്സിലുണ്ട്. പല ആശങ്കകളുണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ. വേണോ വേണ്ടേ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളൊരു ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു സ്പേസിൽ ഹാപ്പിയാണിപ്പോൾ. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ആ ഒരു പേഴ്സണായിട്ട് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വന്ന് കാണാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടി നമ്മുടെ ആ രീതിയിൽ ആ ഒരു ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പതിയെ നമ്മൾക്കതൊരു ഹാബിറ്റായിട്ട് മാറില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ചുറ്റുപാടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇതിൽ കാണുന്നത്. അതുപോലെ ഇതിലൊരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങളെന്തോ റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡിലേ ആക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇനി എന്തായാലും വരുന്ന പോലെ വരട്ടെ, നമ്മളായിട്ടൊരു സ്റ്റെപ്പ് എടുക്കാതെ യൂണിവേഴ്സ് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബന്ധം പോകുന്ന പോലെ പോട്ടെ, അതിനി മുൻപിൽ നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറുടെ എന്തെങ്കിലും ഡിസിഷൻ ആകുമ്പോൾ നോക്കാം. അങ്ങനെ ഒരു ഈസി വേയിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മേ ബി നിങ്ങളുടെ പാർട്ട്ണറുടെ സൈഡിൽ നിന്നായിരിക്കാം ഈ ഒരു എനർജി. ബട്ട് നിങ്ങളെ ഒരു വളരെ അലസമായിട്ട് പോകുന്നു, കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഡിലേ ഉണ്ടാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലവേഴ്സ് കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് സിൻസിയർ ആയിട്ടുണ്ട്, ചിലപ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിനെ നിങ്ങളിപ്പോൾ അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ, വേണ്ട പോലെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, ചിലപ്പോൾ വേണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ വേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങൾക്ക് എന്താണ് എക്സ്പ്രസ് ചെയ്യാനുള്ളത് ആ കാര്യം അവിടെ പറയാം. അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ അവരുടെ ഒരു സ്നേഹത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഒരു പുതിയ രീതിയിലുള്ളൊരു ബിഗിനിങ് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്ന് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്കൊരു അഡ്വൈസ് ഇത് തന്നെയാണ്, എന്ത് സാഹചര്യമായാലും അതിനെ കുറച്ചും കൂടി മെച്യൂരിറ്റിയോട് കാണാം, ഒരു എനർജിയോട് കൂടി കാണാം എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബന്ധം നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഡിലേ ചെയ്യുക, അല്ലെങ്കിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ട് വിടുക കാര്യങ്ങളെ. അങ്ങനെ ചെയ്യാതെ അതൊരു മെയിൻ ബ്ലോക്കേജ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറുക. നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടാവും.
അപ്പോൾ ആ ഒരു ബ്ലോക്കേജ് നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ, മേ ബി അതൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു മാരേജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എനർജിയുമായിട്ട് റെസണേറ്റ് ചെയ്തെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.